ദൈവനാമത്തിൽ വന്ദനം. ഹിന്ദുമതത്തിന്റെ ഉത്ഭവം, വളർച്ച, പ്രധാന മതഗ്രന്ഥങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. അതിന്റെ തുടർച്ചയായുള്ള വിഷയങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നതും. നാം കണ്ടുകഴിഞ്ഞതുപോലെ ബാബിലോണിൽ നിന്ന് ഏകദേശം 4000-ഓളം വർഷം മുൻപ് ഇന്ത്യയിലെത്തിയതായ ദ്രാവിഡർ മോഹൻജദാരോ, ഹരപ്പ പ്രദേശങ്ങളിൽ ഒരു സംസ്കാരം സ്ഥാപിച്ചിരുന്നു. എന്നാൽ BC 1500-നോടടുത്തുള്ള കാലത്ത് ഇന്ത്യയിലെത്തിയതായ ആര്യന്മാർ അവരെ അവിടെ നിന്നും തെക്കേ ഇന്ത്യയിലേക്ക് ഓടിക്കുകയും സിന്ധു, ഗംഗ സമതല പ്രദേശങ്ങളൊക്കെ കീഴടക്കി അവിടെ അധിവസിക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ ദേവന്മാരോട് കഴിച്ച അപേക്ഷകൾ ഋഗ്വേദത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവർ നടത്തിയ യാഗങ്ങളെക്കുറിച്ചും അതിന്റെ ചട്ടവട്ടങ്ങളെക്കുറിച്ചുമൊക്കെ യജുർവേദത്തിൽ കാണുവാൻ കഴിയും. ഋഗ്വേദത്തിലുള്ളതായ സ്തുതിഗീതങ്ങൾ പ്രത്യേകം എടുത്ത് സാമവേദമുണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ മന്ത്രതന്ത്രാദികൾ, ഭൂതപ്രേത പിശാചുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അഥർവവേദത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ വേദങ്ങൾക്കെല്ലാം ബ്രാഹ്മണങ്ങളുണ്ട്. ബ്രാഹ്മണങ്ങൾക്ക് ശേഷം ആരണ്യകങ്ങളുണ്ട്. ആരണ്യകങ്ങൾ കഴിഞ്ഞ് വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്തുക്കളുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ത്യാ ചരിത്രം പഠിക്കുമ്പോൾ ഋഗ്വേദകാലം, പിൽക്കാല വേദങ്ങളുടെ കാലം, ഇതിഹാസങ്ങളുടെ കാലം എന്നൊക്കെ വകതിരിച്ചേ പഠിക്കാറുണ്ട്. കൃത്യമായ കണക്കുകളൊന്നും ഇവയ്ക്ക് ലഭ്യമല്ല. എങ്കിലും ഏകദേശം BC 1500 മുതൽ 1200 വരെയുള്ള കാലത്തെ ഋഗ്വേദകാലം എന്ന് വിളിക്കുന്നു. തുടർന്നുള്ള 200-300 വർഷക്കാലത്തെ പിൽക്കാല വേദങ്ങളുടെ കാലമെന്ന് വിളിക്കുന്നു. പിന്നീട് ഇതിഹാസങ്ങളുടെ കാലം വരുന്നു. ഏത് കാലത്താണ് ഇതിഹാസങ്ങൾ എഴുതിയത് എന്ന് വ്യക്തമായി പറയുവാൻ സാധ്യമല്ല. ഒരുപക്ഷെ ബുദ്ധമതത്തിന് ശേഷമുള്ള കാലമാകാം, അല്ലെ അതിനു തൊട്ടു മുൻപുള്ള കാലമാകാം. പിന്നീട് പുരാണങ്ങളുടെ കാലം വരുന്നു. ഗുപ്ത സാമ്രാജ്യത്തിന്റെ അധപതനത്തിനൊക്കെ ശേഷമായിരിക്കാം പുരാണങ്ങൾ എഴുതപ്പെട്ടത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. എന്നാൽ ഇതിനൊന്നും വ്യക്തമായ രേഖകളില്ല, ഊഹാപോഹങ്ങൾ മാത്രമേയുള്ളൂ. ഋഗ്വേദ കാലത്ത് ജാതി വ്യവസ്ഥ ഉണ്ടായി എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ അന്ന് ജാതി വ്യവസ്ഥ അത്ര കഠിനമായിരുന്നില്ല. പിൽക്കാല വേദങ്ങളുടെ കാലമായപ്പോഴേക്കും ജാതി വ്യവസ്ഥ ഏറെ കഠിനമായി. ഒരു ജാതിയിൽ നിന്നും മറ്റൊരു ജാതിയിലേക്ക് മാറുവാൻ വയ്യാത്ത സ്ഥിതിയായി. ബ്രാഹ്മണരെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠ ജാതിയാണ് എന്നുള്ള ചിന്ത വന്നു. ക്ഷത്രിയർക്ക് തൊട്ടടുത്ത സ്ഥാനമുണ്ടായി. വൈശ്യർ കച്ചവടവും കൃഷിയും ഒക്കെ ചെയ്ത് ജീവിച്ചു. അവർക്കും ദേശത്ത് മാന്യമായ സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ ഈ 3 കൂട്ടരെയും ഉപജീവിച്ച് അവർക്ക് ദാസ്യവൃത്തി ചെയ്തുകൊണ്ട് കഴിഞ്ഞിരുന്നതായ ശൂദ്രന്മാർക്ക് സമൂഹത്തിൽ വലിയ അവകാശമൊന്നുമില്ലായിരുന്നു. മാത്രമല്ല അവരെ നികൃഷ്ടരായി കണക്കാക്കുവാൻ തുടങ്ങി. ഈ ജാതിയിൽ ഒന്നും പെടാത്തതായ ദ്രാവിഡർ, ആദിവാസികൾ തുടങ്ങിയതായ ആൾക്കാരെ മനുഷ്യരായി പോലും ഗണിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. രാമായണത്തിൽ നാം കാണുന്നത് പോലെ തെക്കേ ഇന്ത്യയിലെ മനുഷ്യരെ കുരങ്ങന്മാരെന്നും രാക്ഷസന്മാരെന്നും കാട്ടാളന്മാരെന്നും ഒക്കെയാണ് ആര്യന്മാർ വിളിച്ചിരുന്നത്. ബാലിയും സുഗ്രീവനും ഹനുമാനുമൊക്കെ ഈ തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. രാവണൻ രാക്ഷസനാണെന്ന് പറയുന്നെങ്കിലും ശ്രീലങ്കയിൽ താമസിച്ചിരുന്ന, അല്ലെ ശ്രീലങ്ക അടക്കി ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. അവരെയൊക്കെ മനുഷ്യരായി ഗണിക്കുവാൻ പോലും ആര്യന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ പിൽക്കാല വേദങ്ങളുടെ കാലമായപ്പോഴേക്കും ജാതി വ്യവസ്ഥ കഠിനമായി. ഇതിഹാസങ്ങളുടെ കാലത്ത് അതീവ ഗുരുതരമായ സ്ഥിതിയിലുമെത്തി. മനുസ്മൃതിയിലൊക്കെ പറയുന്നത് പോലുള്ളതായ സ്ഥിതിയായിരുന്നു പുരാണങ്ങളുടെയൊക്കെ കാലത്ത്. ഇതിഹാസങ്ങളുടെ കാലത്തും ഇത് തന്നെ സ്ഥിതി. ഉത്തരരാമചരിതം പരിശോധിച്ചാൽ ഈ വസ്തുത നമുക്ക് ബോധ്യമാകും. ശ്രീരാമൻ രാജഭരണം നടത്തിയിരുന്ന ആ കാലത്ത് ശിശുമരണത്തിന്റെ നിരക്ക് വർദ്ധിക്കുവാൻ തുടങ്ങി. ദേശത്തെങ്ങും അനർത്ഥമുണ്ടാകുന്നു. ജനങ്ങൾ പരിഭ്രാന്തരായി. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഇതേപ്പറ്റി അന്വേഷിക്കാനായി രാമൻ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചു. കാട്ടിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഇതാ കാട്ടിനുള്ളിൽ ഒരു ശൂദ്രൻ ഒരു മരക്കൊമ്പിൽ തല കീഴായി കിടന്നുകൊണ്ട് തപസ് ചെയ്യുന്നു. ശൂദ്രനെ തപസ് ചെയ്യുവാൻ അവകാശമില്ല. ശൂദ്രൻ തപസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ദേശത്ത് ഈ അനർത്ഥമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇവന്റെ തപസ് അവസാനിപ്പിച്ചാൽ മാത്രമേ ദേശത്തുണ്ടായിരിക്കുന്ന അനർത്ഥം തീരുകയുള്ളൂ. ശ്രീരാമൻ 2 വട്ടം ആലോചിക്കാതെ തന്നെ അവന്റെ തലവെട്ടി. അതോടെ ദേശത്തെ അനർത്ഥവും തീർന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ ആ കാലത്ത് ജാതി വ്യവസ്ഥ എത്രത്തോളം കഠിനമായിരുന്നു എന്നതിന് ഈ സംഭവം ഒരു ഉദാഹരണമായി എടുക്കാം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയാൻ ഇടയായതും ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലാണ്. വേദകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് മാന്യമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിൽക്കാല വേദങ്ങളുടെ കാലമായപ്പോഴേക്കും അവരുടെ സ്ഥാനം കുറഞ്ഞു കുറഞ്ഞു വന്നു. പുരാണങ്ങളുടെയൊക്കെ കാലമായപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാൻ പാടില്ല, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന നിലയിലേക്ക് ആര്യന്മാരുടെ സംസ്കാരം തരം താഴുകയുമുണ്ടായി. മറ്റൊരു വ്യത്യാസമുണ്ടായത് സാധാരണക്കാരിൽ നിന്നും മതം അകന്നു എന്നുള്ളതാണ്.
സാധാരണക്കാർക്ക് ദുർഗ്രഹമായ ഭാഷയിലാണ് വേദങ്ങളും മറ്റും എഴുതിയിരുന്നത്. മാത്രമല്ല ആ കാലത്തെ തത്വശാസ്ത്രങ്ങളും വിശ്വാസാചാരങ്ങളുമൊക്കെ സാധാരണക്കാരന്റെ പിടിയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. വലിയ പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെയും. അതുകൊണ്ട് ക്രമേണ സാധാരണക്കാരായ വ്യക്തികൾ മതവുമായി അകന്നു. മതകാര്യങ്ങളിൽ മാത്രം വ്യാപൃതരാകുന്ന ബ്രാഹ്മണർ, രാജ്യഭാരവും അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളും ചെയ്യുന്ന ക്ഷത്രിയർ, കൃഷിയും വ്യവസായവും വ്യാപാരവും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന വൈശ്യർ, ഇവരെയെല്ലാം സേവിച്ചുകൊണ്ട് ഇവരുടെ മുമ്പിൽ അടിമകളെപ്പോലെ കഴിഞ്ഞുകൂടുന്ന ശൂദ്രർ, മനുഷ്യന്റെ കൂട്ടത്തിൽ പോലും പെടുത്താനാവാത്തതായ ആദിവാസികൾ, ദ്രാവിഡർ, ഇതൊക്കെയായിരുന്നു ആ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പിൽക്കാല വേദങ്ങളുടെ കാലവും അതുപോലെ ഇതിഹാസങ്ങളുടെയൊക്കെ കാലമായപ്പോഴേക്കും ഋഗ്വേദ കാലഘട്ടത്തിലുള്ള പല ദേവന്മാരും അപ്രത്യക്ഷരായി, അല്ലെങ്കിൽ പലർക്കും പ്രാധാന്യമില്ലാതായി തീർന്നു. പുതിയ ദേവന്മാർ അവരുടെ സ്ഥാനം കയ്യേറി. പഴയ കാലത്തുണ്ടായിരുന്ന പുഷാവെന്നൊക്കെ പറയുന്ന ചില ദേവന്മാർ അവരെ പിന്നീട് കാണാതായി. അതുപോലെ ഇന്ദ്രനും അഗ്നിയും വായുവിനുമൊക്കെ ഉണ്ടായിരുന്ന ആ പ്രാമാണ്യത്വം കുറഞ്ഞു വന്നു. വരുണന് പോലും പ്രാധാന്യം കുറഞ്ഞു. തൽസ്ഥാനത്തേക്ക് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഈ ത്രിമൂർത്തികൾക്ക് സ്ഥാനം ലഭിക്കുകയും ചെയ്തു. വേദങ്ങളിൽ വിഷ്ണുവിനെ കാണാൻ സാധ്യമല്ല. വേദങ്ങളിൽ ബ്രഹ്മാവിനെയും നാം കാണുന്നില്ല. വേദങ്ങളിൽ രുദ്രനെ കാണുന്നുണ്ടെങ്കിലും അതേ ശിവനാണെന്ന് തീർത്ത് പറയുവാനും സാധ്യമല്ല. എങ്കിലും പിൽക്കാല വേദങ്ങളുടെ കാലമായപ്പോഴേക്കും രുദ്രനും ശിവനും ഒന്നായി മാറുന്ന കാഴ്ച നാം കാണുന്നു. ഇന്ദ്രനെ പോലുള്ള ദേവന്മാർക്ക് പ്രാധാന്യം കുറഞ്ഞു വരുന്നു. എന്നാൽ വിഷ്ണുവിന് പ്രാധാന്യം കൂടി വരുന്നു. ഈ ഒരു സ്ഥിതിയാണ് പിൽക്കാല വേദങ്ങൾ അതുപോലെ പുരാണങ്ങളുടെ കാലത്തും നാം കാണുന്നത്. പിൽക്കാല വേദങ്ങളുടെ കാലത്തും ഉപനിഷത്തുക്കളുടെ കാലത്തുമൊക്കെ ഭാരതീയ തത്വചിന്തയിൽ ഉന്നമനമുണ്ടായി എന്നതാണ് മറ്റൊരു വ്യത്യാസം. ഋഗ്വേദത്തിലേറെ തത്വചിന്തയൊന്നും നാം കാണുന്നില്ല. വേദസംഹിതകളിൽ പൊതുവെ തത്വചിന്ത ഏറെയൊന്നും കാണുന്നില്ല. എന്നാൽ വേദാന്തത്തിന്റെ കാലമാകുമ്പോൾ തത്വചിന്ത ഉയർന്ന നിലയിലേക്ക് എത്തുന്നു. ഭാരതീയ തത്വചിന്തയുടെ അടിസ്ഥാനം തന്നെ ഉപനിഷത്തുക്കളാണ് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞല്ലോ. ഈ തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് പിൽക്കാല വേദങ്ങളുടെ കാലത്തുണ്ടായത്. എന്നാൽ സാമാന്യ ജനങ്ങളിൽ നിന്നും ഈ മതം അകന്നുപോയി. മാത്രമല്ല ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും മാത്രമേ അധികാരമുള്ളൂ, ശൂദ്രർക്ക് വിശേഷിച്ച് അധികാരങ്ങളൊന്നുമില്ല എന്ന സ്ഥിതിയിലേക്ക് വന്നു. ഇതിനൊക്കെ എതിരെ ജനങ്ങൾ പ്രതികരിച്ചു. അതിന്റെ എതിരായിട്ട് വന്ന ഒരു പ്രതികരണം എന്ന നിലയ്ക്കാണ് ബുദ്ധമതവും ജൈനമതവും ഒക്കെ നിലവിൽ വന്നത്. അതേപ്പറ്റി തുടർന്നു വരുന്ന ക്ലാസുകളിൽ നാം പഠിക്കുന്നതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. എങ്കിലും ജനങ്ങൾ ഇതിനെതിരായി പ്രതികരിച്ചു എന്ന് മാത്രം പരാമർശിച്ചുകൊണ്ട് ആ വിഷയം വിടുകയാണ്. ഗുപ്ത സാമ്രാജ്യത്തിന്റെ കാലമായതോടെ ഹിന്ദുമതത്തിന് വലിയൊരു ഉണർത്തെഴുന്നേൽപ്പുണ്ടായി. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഫലമായിട്ട് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഹിന്ദുമതം പരിവർത്തനം ചെയ്യപ്പെട്ടു. മുമ്പുണ്ടായിരുന്ന തത്വശാസ്ത്രങ്ങളൊക്കെയും നിലനിന്നെങ്കിലും തത്വശാസ്ത്രങ്ങൾക്ക് അപ്പുറമായിട്ട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മതം ലളിതമായി തീർന്നു എന്ന് പറയാം. അതിന് ബുദ്ധമതത്തിന്റെ സ്വാധീനം വലിയതായിരുന്നു. മഹായാന ബുദ്ധമതത്തിന്റെ സ്വാധീനം നിമിത്തം ഹിന്ദുമതത്തിലേക്ക് വിഗ്രഹാരാധന കടന്നുവന്നു. വേദകാലത്തോ പിൽക്കാല വേദങ്ങളുടെ കാലത്തോ വിഗ്രഹാരാധന ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ AD 3-4 നൂറ്റാണ്ടായപ്പോഴേക്കും ഹിന്ദുമതത്തിൽ വിഗ്രഹാരാധന കടന്നുവന്നു. ക്രമേണ പുരാണങ്ങളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് വർദ്ധിച്ചു. വേദങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു വന്നു. അങ്ങനെ ഇന്നത്തെ നിലയിലേക്ക് ഹിന്ദുമതം പരിണാമം പ്രാപിച്ചു. ഇന്നത്തെ ഹിന്ദുമതത്തിൽ അമ്പലങ്ങൾക്ക്, ക്ഷേത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ ഹിന്ദുമതം നിലനിൽക്കുന്നതെന്ന് പറയാം. ക്ഷേത്രാരാധന, വിഗ്രഹാരാധന, അതുപോലെ വിവിധ ദൈവങ്ങളിലുള്ളതായ വിശ്വാസം, ഇന്ന് കാണുന്ന രൂപത്തിലുള്ളതായ ഒരു ഹിന്ദുമതം, ഇതെല്ലാം കഴിഞ്ഞ 1000 വർഷത്തിനിടയ്ക്കുണ്ടായതാണ്. വേദകാലത്തെ ഹിന്ദുമതവുമായി ഇന്നത്തെ ഹിന്ദുമതത്തിന് പറയത്തക്ക സാമ്യമൊന്നുമില്ല എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതുമാണല്ലോ. ഇനിയും ഹിന്ദുമതത്തിലെ പ്രധാന വിശ്വാസാചാരങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം കണ്ടു കഴിഞ്ഞതുപോലെ ഹിന്ദുമതത്തിന്റെ ആരംഭകാലത്തിലുണ്ടായിരുന്ന ദേവന്മാരെന്ന് പറയുന്നത് ഇന്ദ്രൻ, അഗ്നി, യമൻ, അതുപോലെ വരുണൻ തുടങ്ങിയ ദേവന്മാരൊക്കെയായിരുന്നു. ഏറ്റവും പ്രധാന ദേവൻ ഇന്ദ്രനായിരുന്നു. എന്നാൽ പുരാണങ്ങളുടെയൊക്കെ കാലത്തിലേക്ക് വരുമ്പോൾ കശ്യപ മഹർഷിയുടെ മൂത്ത മകൻ എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രാധാന്യവുമില്ലാത്ത ദേവന്മാരുടെ രാജാവെന്ന നിലയിൽ മാത്രം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിട്ട് ഇന്ദ്രൻ മാറുന്നു. ആ സ്ഥാനത്ത് ത്രിമൂർത്തി സങ്കല്പം നിലവിൽ വരികയാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിങ്ങനെ 3 മൂർത്തികൾ. ഇവരെപ്പറ്റിയൊന്നും വിശദമായ പഠനത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ത്രിമൂർത്തികളെക്കുറിച്ച് പഠിക്കാം. ത്രിമൂർത്തി എന്ന് പറയുന്നത് 3 മൂർത്തികൾ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എന്നാൽ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബൈബിളിൽ കാണുന്നതായ ത്രിത്വവിശ്വാസവുമായി ഇതിന് വലിയ ബന്ധമൊന്നുമില്ല.
കാരണം ബൈബിൾ അനുസരിച്ച് 3 ദൈവങ്ങളില്ല, ഒരു ദൈവം മാത്രമേയുള്ളൂ. ആ ദൈവത്തിന്റെ 3 ആളത്വങ്ങൾ മാത്രമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത്. മാത്രമല്ല ഈ ദൈവങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുകയോ അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയോ ഒന്നും തന്നെ ചെയ്യുന്നതുമില്ല. എന്നാൽ ഹിന്ദുമതത്തിൽ കാണുന്നതായ ത്രിമൂർത്തി സങ്കല്പം അങ്ങനെയല്ല. ഓം എന്ന് പറയുന്ന അക്ഷരത്തിൽ ഈ ത്രിത്വം അടങ്ങിയിരിക്കുന്നു, ത്രിമൂർത്തികൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഓം എന്ന് പറയുന്നത് ആ, ഉ, മ എന്നീ 3 അക്ഷരങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നതെന്നും അവർ പറയാറുണ്ട്. എന്നിട്ട് അതിന്റെ വിശദീകരണം അവർ പറയാറുണ്ട്. അകാരം എന്ന് പറയുന്നത് വിഷ്ണുവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഉ എന്ന ഭാഗം മഹേശ്വരനെ ഉദ്ദേശിച്ചു പറയുന്നു. മ എന്നത് ബ്രഹ്മാവിനെ ഉദ്ദേശിച്ചു പറയുന്നു. അങ്ങനെ ആ, ഉ, മ എന്നീ 3 അക്ഷരങ്ങൾ ചേരുന്നതാണ് ത്രിമൂർത്തി സങ്കല്പം എന്നാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. അതേപ്പറ്റി വായു പുരാണത്തിലാണ് വിശദമായി പറഞ്ഞിട്ടുള്ളത്. ആരാണ് ബ്രഹ്മാവ്? ലോകത്തിന്റെ എല്ലാം സൃഷ്ടാവാണ് ബ്രഹ്മാവ്. ഹിന്ദുക്കളുടെ വിശ്വാസമനുസരിച്ച് ബ്രഹ്മാവ് എല്ലാം സൃഷ്ടിക്കുന്നു, വിഷ്ണു എല്ലാത്തെയും പരിപാലിക്കുന്നു, ശിവൻ എല്ലാത്തെയും സംഹരിക്കുന്നു. ആ വിധത്തിലാണ് ഹിന്ദുമതം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെ കുറിച്ച് പഠിപ്പിക്കുന്നത്. മഹാമേരു പർവ്വതത്തിലാണ് ബ്രഹ്മാവ് അധിവസിക്കുന്നത് എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. അവിടെ 9 പട്ടണങ്ങളുണ്ട്. ഈ 9 പട്ടണങ്ങളുടെ നടുവിലുള്ളതായ മനോവതിയിലാണ് ബ്രഹ്മാവ് താമസിക്കുന്നത് എന്നും അവർ വിശ്വസിക്കുന്നു. ബ്രഹ്മാവിന്റെ സൃഷ്ടി ആയ സരസ്വതി, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ മകളായ സരസ്വതിയാണ് ബ്രഹ്മാവിന്റെ ഭാര്യ. ബ്രഹ്മാവ് വിഷ്ണുവിന്റെ പുക്കിളിൽ നിന്നുണ്ടായ ഒരു താമരപ്പൂവിലുണ്ടായി എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. ആ കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. കൂടുതൽ അറിയേണ്ടവർ മഹാഭാരതവും ഭാഗവതവും അതുപോലെ പ്രധാന പുരാണങ്ങളും ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. സംസ്കൃതം അറിയാത്തവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന്റെയൊക്കെ മലയാള തർജ്ജമകൾ ഇന്ന് ലഭ്യമാണ്. അതേ പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതേയുള്ളൂ. ത്രിമൂർത്തികളിൽ ഏറ്റവും പ്രധാന വ്യക്തിയായി കണക്കാക്കുന്നത് വിഷ്ണുവിനെയാണ്. വിഷ്ണു എങ്ങനെയുണ്ടായി എന്നതിനെപ്പറ്റിയൊക്കെ പുരാണങ്ങളിൽ വിശദമായി പറയുന്നുണ്ട്. ആ വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നാം കണ്ടുകഴിഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ദൈവമാണ് എല്ലാം എന്ന് പറയുന്ന ഒരു രീതി ഹിന്ദുമതത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് വിഷ്ണുവിനെ സ്തുതിക്കുന്ന കീർത്തനങ്ങളെ, പുരാണങ്ങളെയൊക്കെ എടുത്ത് നോക്കിയാൽ വിഷ്ണുവാണ് ഈ ലോകത്തിന്റെ ആധാരം എന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അതേ രീതിയിൽ തന്നെ ശിവനെക്കുറിച്ച് പറയുമ്പോൾ ശിവനാണ് എല്ലാം എന്നും പറയാറുമുണ്ട്. എങ്കിലും വിഷ്ണുവിനെക്കുറിച്ച് നാം സാമാന്യമായി പറയേണ്ടത് വിഷ്ണുവാണ് ലോകത്തിന്റെ സംരക്ഷകൻ. വിഷ്ണു 10 അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ആ അവതാരങ്ങളെക്കുറിച്ച് ഞാൻ പിന്നാലെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവനായിട്ടാണ് വിഷ്ണുവിനെ കണക്കാക്കി വരുന്നത്. എന്നാൽ വിഷ്ണുവിനോട് ഏകദേശം സാമ്യം അല്ലെങ്കിൽ ഏകദേശം തുല്യ പ്രാധാന്യം ഉള്ളതായ മറ്റൊരു ദേവനാണ് ശിവൻ എന്ന് പറയുന്നത്. മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിലുണ്ടായിരുന്ന പുരുഷ ദൈവം തന്നെയാണിത് എന്ന് ന്യായമായി ഊഹിക്കാം. എന്നാൽ വേദകാലത്തുണ്ടായിരുന്ന രുദ്രൻ ഈ ശിവനോട് സാമ്യമുള്ള ഒരു വ്യക്തിയാണ്. വാസ്തവത്തിൽ 11 രുദ്രന്മാരുണ്ട് എന്നാണ് വിശ്വാസം. ഏതായാലും ഈ രുദ്രൻ, ശിവൻ ഇത് രണ്ടും ഒന്നായി ചേരുകയും ആര്യദ്രാവിഡ സങ്കരവർഗമെന്ന നിലയ്ക്ക് ഒരു പുതിയ ദൈവം ഉണ്ടാകുകയും ചെയ്തതാണ് ഇന്നത്തെ ശിവൻ എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ശിവൻ സംഹാരമൂർത്തിയാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കുകയും വിഷ്ണു പരിപാലിക്കുകയും ശിവൻ എല്ലാത്തെയും സംഹരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. ശിവന്റെ താമസം കൈലാസത്തിലാണ് എന്നും ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ഈ പറയുന്ന ദേവന്മാരെ കൂടാതെ നിരവധി ദേവന്മാരുണ്ട്. എല്ലാവരെക്കുറിച്ചും വിശദമായി പഠിക്കേണ്ട ആവശ്യം നമുക്കിവിടെ ഇല്ല. എങ്കിലും അഷ്ടദിക്പാലകന്മാരെ കുറിച്ച് ചിലത് പറയേണ്ടതായിട്ടുണ്ട്. അഷ്ടദിക്പാലകന്മാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അർത്ഥമറിയാതെയാണെങ്കിലും ചിലപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം നാം പറയാറുമുണ്ട്. നമ്മളെ സഭായോഗങ്ങളിലൊക്കെ സാക്ഷ്യം പറയുകയും മറ്റും ചെയ്യുമ്പോൾ പറയാറുണ്ട്, കഴിഞ്ഞയാഴ്ച എന്റെ ജീവിത പടകിനു നേരെ ഒരു ഈശാനമൂലൻ അടിച്ചു എന്ന്. ഈശാനമൂലൻ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കരമായ കുഴപ്പമുള്ളയാളാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പൗലോസ് സഞ്ചരിച്ച കപ്പലിനെതിരായിട്ട് ഈശാനമൂലൻ എന്ന കാറ്റടിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നതുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന ആ പടകിന് എതിരായിട്ട് വലിയ കൊടുങ്കാറ്റടിച്ചു എന്ന അർത്ഥത്തിലാണ് നാം പറയുന്നത്. അതത്ര തെറ്റാണെന്ന് ഞാൻ പറയുന്നുമില്ല. എന്നാൽ ഈശാനമൂലൻ എന്ന ആ വാക്കിന്റെ അല്ലെങ്കിൽ ആ പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് മിക്കവർക്കും അറിഞ്ഞുകൂടാ. നാം ഉപയോഗിക്കുന്നതായി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തികൾക്ക് ഹൈന്ദവ പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 100 വർഷം മുൻപ് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും വിശ്വാസത്തിൽ വന്ന ആൾക്കാരാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഹൈന്ദവ പശ്ചാത്തലമുള്ള ഒത്തിരി വാക്കുകൾ നാം ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഈശാനമൂലൻ എന്നത്. അഷ്ടദിക്പാലകന്മാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണിത്.
ഹിന്ദുക്കളുടെ വിശ്വാസമനുസരിച്ച് 8 ദിക്കുകൾക്ക് ഓരോ പാലകന്മാരുണ്ട്. കിഴക്ക് ദിക്കിന് ഇന്ദ്രൻ, തെക്ക് കിഴക്കിന് അഗ്നി, തെക്കുഭാഗത്തെ യമൻ അതായത് കാലൻ, തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിരുതി, പടിഞ്ഞാറ് ഭാഗത്തെ വരുണൻ, വടക്കു പടിഞ്ഞാറ് ഭാഗത്തെ വായു, വടക്കു ഭാഗത്ത് കുബേരൻ വൈശ്രവണൻ, വടക്ക് കിഴക്ക് ഭാഗത്ത് ശിവൻ അതായത് ഈശൻ. അതുകൊണ്ടാണ് ആശാരിമാര് വായുകോണ്, അഗ്നികോണ്, ഈശകോണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈശൻ ഇരിക്കുന്ന സ്ഥലം, ശിവൻ ഇരിക്കുന്ന സ്ഥലം വടക്ക് കിഴക്കാണ്. അഷ്ടദിക്പാലകന്മാരിൽ ഒരാളായിട്ടാണ് ഈശനെ അവിടെ കാണുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് കാറ്റടിക്കുമ്പോൾ അതിനെ ഈശാനകോണിൽ നിന്ന് അടിക്കുന്ന കാറ്റ് എന്ന അർത്ഥത്തിൽ ഈശാനമൂലൻ എന്ന് വിളിച്ചു. വാസ്തവത്തിൽ ഈശാനമൂലൻ എന്ന വാക്കിന് വടക്ക് കിഴക്കൻ കാറ്റ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എങ്കിലും നാം സാക്ഷ്യമൊക്കെ പറയുമ്പോൾ എന്റെ ജീവിതപ്പടകിന് നേരെ ഒരു ഈശാനമൂലൻ അടിച്ചു എന്ന് പറയുന്നതിനാണ് ഒരു രസം. അതിനു പകരമായി കഴിഞ്ഞയാഴ്ച എന്റെ ജീവിതപ്പടകിനു നേരെ ഒരു വടക്ക് കിഴക്കൻ കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ അത്ര കാര്യമുള്ള കാര്യമായി നമുക്ക് തോന്നുകയില്ല. അതുകൊണ്ട് ഈശാനമൂലൻ എന്ന പ്രയോഗം അർത്ഥമറിഞ്ഞോ അർത്ഥമറിയാതെയോ ഒക്കെ നാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒഴിവാക്കുകയാണ് ബുദ്ധി. മാത്രമല്ല, ഈശാനകോണം എന്നുള്ള ആ വാക്ക് തന്നെ നമുക്കത്ര യോജിക്കാവുന്ന കാര്യമല്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശൻ ഇരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നതുമില്ല. അഷ്ടദിക്പാലകന്മാരെ കുറിച്ചാണല്ലോ നാം പറഞ്ഞു വന്നത്. കിഴക്ക് ഭാഗത്ത് ഇന്ദ്രൻ ഇരിക്കുന്നു. ഇന്ദ്രനെ നമുക്കെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി ഇരിക്കുന്നു. അഗ്നിയെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി, അതുകൊണ്ട് അഗ്നിയെക്കുറിച്ചും വിശദീകരിക്കുന്നില്ല. പിന്നെയുള്ളത് തെക്കുഭാഗത്തിരിക്കുന്ന യമധർമ്മനാണ്, കാലൻ എന്ന് നാം വിളിക്കുന്നു. യമധർമ്മൻ എന്ന് പറയുന്നത് സൂര്യദേവന്റെ പുത്രനാണ്. സൂര്യദേവന് സജ്ഞ എന്ന് പറയുന്ന ഭാര്യയിൽ ഉണ്ടായ മകനാണ് യമധർമ്മൻ. യമന്റെ ഇരിപ്പിടം തെക്കുവശത്താണ് എന്നത്രേ ഹൈന്ദവർ പഠിപ്പിക്കുന്നത്. അടുത്തത് നിരുതി എന്ന് പറയുന്ന ദേവനാണ്. തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് നിരുതിയുടെ ഇരിപ്പിടം. എന്നാൽ നിരുതിയെക്കുറിച്ച് ഏറെയൊന്നും പുരാണങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പിന്നെയുള്ളത് വരുണനാണ്. വരുണൻ ഋഗ്വേദകാലത്തെ പ്രധാനപ്പെട്ട ഒരു ദേവനായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരിൽ ഒരുവനായിരുന്നു. എന്നാൽ പുരാണങ്ങളുടെയൊക്കെയും കാലമായപ്പോഴേക്കും വരുണന് ആ പ്രാധാന്യം കുറഞ്ഞുപോയി. അഷ്ടദിക്പാലകന്മാരിൽ ഒരുവനായി മാത്രം പരിഗണിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരുണന്റെ സ്ഥിതി തരം താഴുകയും ഉണ്ടായി. വായു എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്ന കാറ്റ് തന്നെ. ഈ വായുവിനെ ഒരു ഭഗവാനായിട്ടാണ്, ഒരു ദൈവമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ദേവനായിട്ടാണ് ഹിന്ദുക്കൾ കണക്കാക്കുന്നത്. ഋഗ്വേദം 10-ാം മണ്ഡലം 90 സൂക്തത്തിൽ പറയുന്നത് പ്രജാപതിയുടെ അല്ലെ വിശ്വപുരുഷന്റെ വായിൽ നിന്നാണ്, അല്ലെ ശ്വാസത്തിൽ നിന്നാണ് വായു ഉണ്ടായത് എന്നാണ്. പിന്നെ വൈശ്രവണൻ, വടക്കു ഭാഗത്തിന്റെ അധിപനാണ് വൈശ്രവണൻ. രാവണന്റെയും കുംഭകർണന്റെയും ഒക്കെ മൂത്ത ജ്യേഷ്ഠനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വകയായിരുന്നു ഒരു കാലത്തെ പുഷ്പക വിമാനം. വലിയ ധനവാനായിട്ടാണ് ഈ വൈശ്രവണനെ അല്ലെങ്കിൽ കുബേരനെ പുരാണങ്ങൾ പ്രഘോഷിക്കുന്നത്. പിന്നീടുള്ളത് വടക്ക് കിഴക്ക് ഭാഗത്തുള്ളതായ ശിവനാണ്. ശിവനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ അഷ്ടദിക്പാലകന്മാരാര് എന്ന് ചോദിച്ചാൽ അത് നാം അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഇത് വിശദീകരിച്ചു എന്ന് മാത്രമേയുള്ളൂ. പിന്നെ നാം അറിയേണ്ടത് നവഗ്രഹങ്ങളെക്കുറിച്ചാണ്. ജ്യോതിശാസ്ത്രത്തിൽ നവഗ്രഹങ്ങളുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നിങ്ങനെയാണ് ആ ഗ്രഹങ്ങൾ. എന്നാൽ ഹൈന്ദവ സങ്കല്പം അനുസരിച്ചും നവഗ്രഹങ്ങളുണ്ട്. ഈ പറയുന്നതൊന്നുമല്ല എന്ന് മാത്രം. ഇവയിൽ 5 എണ്ണമുണ്ട്, ബാക്കി 4 എണ്ണം ഇല്ല. നവഗ്രഹങ്ങളെ ഓർമ്മയിൽ വെക്കുവാൻ എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. ഞായർ, തിങ്കൾ, ചൊവ്വ എന്ന് നാം ദിവസങ്ങൾ പറയാറുണ്ടല്ലോ. ആ ദിവസങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മതി. ഞായർ എന്ന് പറയുന്നത് സൂര്യനെ കുറിക്കുന്നു. സൺഡേ സൂര്യ ദിവസമാണല്ലോ. ഹിന്ദിയിൽ രവിവാർ എന്ന് പറയുന്നു. ഞായർ എന്ന് പറയുന്നത് സൂര്യന്റെ ദിവസമാണ്, സൂര്യനെ ഓർമ്മിക്കാനാണ്. തിങ്കൾ അത് ചന്ദ്രനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. അപ്പൊ സൂര്യനും ചന്ദ്രനും. പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. വെള്ളിക്ക് പകരമാണ് ശുക്രൻ. അപ്പോൾ വെള്ളി എന്ന് പറയുന്നത് ശുക്രനാണ്, ശനി. ഇങ്ങനെയാണ് 7 ഗ്രഹങ്ങൾ. കൂടാതെ രാഹു, കേതു എന്നിങ്ങനെ 2 ബിന്ദുക്കൾ. ഈ ബിന്ദുക്കൾ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുമ്പോഴുണ്ടാകുന്ന 2 ബിന്ദുക്കളാണ് രാഹുവും കേതുവും. അങ്ങനെ 2 ഗ്രഹങ്ങളില്ല. ഈ കണക്കുകൂട്ടലിൽ എന്ത് അബദ്ധമാണ് പറ്റിയത്?
കാര്യം ഇത്രമേ ഉള്ളൂ. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി 5 ഉള്ളതാണ്. ഞായർ എന്ന് പറയുന്നത് ആദിത്യൻ, അത് ഗ്രഹമല്ല, നക്ഷത്രമാണ്. തിങ്കൾ എന്ന് പറയുന്നത് ഉപഗ്രഹമാണ്, ഗ്രഹമല്ല. രാഹു, കേതു എന്നിവ ഗ്രഹങ്ങളല്ല, കേവലം ബിന്ദുക്കൾ മാത്രമാണ്. ഇങ്ങനെയാണ് ഹിന്ദു വിശ്വാസപ്രകാരമുള്ളതായ നവഗ്രഹങ്ങൾ. ഇവയുടെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ പുരാണങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. എങ്കിലും ആ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് അത്ര വിശദമായി പഠിക്കേണ്ട കാര്യവും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ ഞാൻ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. ഇനിയും നമുക്ക് ദേവന്മാരെ കുറിച്ച് പഠിക്കാം. ദേവന്മാരെന്ന് പറയുമ്പോൾ ദൈവങ്ങൾ എന്ന അർത്ഥമാണ് പലർക്കും പെട്ടെന്ന് ഹൃദയത്തിൽ ഓർമ്മ വരിക. എന്നാൽ സത്യം അങ്ങനെയല്ല. ദേവന്മാരെ കുറിച്ച് പുരാണം പറയുന്നത് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ പ്രജാപതികളിൽ ഒരുവനായ കശ്യപ പ്രജാപതിയുടെ മക്കളാണ് ഈ ദേവന്മാര്. ദേവന്മാര് മാത്രമല്ല, അസുരന്മാരും പക്ഷി മൃഗാദികളും എല്ലാം തന്നെ കശ്യപ മഹർഷിയുടെ മക്കളാണ്. കശ്യപ മഹർഷിക്ക് നിരവധി ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഓരോ ഭാര്യയിൽ നിന്നായി ഉണ്ടായവരാണ് ഇവരൊക്കെയും. ഉദാഹരണത്തിന് കശ്യപ മഹർഷിക്ക് ദക്ഷന്റെ പുത്രിയായ അദിതിയിലുണ്ടായിരുന്ന മക്കളും അവരുടെ പിൻതലമുറകളുമാണ് നമ്മളെ ദേവന്മാരെന്ന് വിളിക്കുന്നത്. കശ്യപ മഹർഷിക്ക് നിരവധി ഭാര്യമാരുണ്ടായിരുന്നതിൽ അദിതിയുടെ മക്കളാണിവർ. ഏറ്റവും മൂത്ത മകനാണ് ഇന്ദ്രൻ. അതുകൊണ്ട് ദേവന്മാരുടെ അധിപതിയായി ഇന്ദ്രൻ രാജഭരണം നടത്തുന്നു എന്ന് മാത്രമേയുള്ളൂ. അതുപോലെ കശ്യപ മഹർഷിക്ക് ധനു എന്നു പേരായ ഒരു ഭാര്യയുണ്ടായിരുന്നു. ആ ഭാര്യ പ്രസവിച്ചവരെ ദാനവരെന്ന് വിളിക്കുന്നു. അതുപോലെ ദിതി എന്ന ഭാര്യയുണ്ടായിരുന്നു. ആ ഭാര്യയിൽ നിന്ന് ജനിച്ചവരെ ദൈത്യന്മാരെ എന്ന് വിളിക്കുന്നു. ഈ ദാനവന്മാരും ദൈത്യന്മാരും ചേരുന്നതാണ് യഥാർത്ഥത്തിലുള്ള അസുരഗണം. സുരന്മാരല്ലാത്തവർ, ദേവന്മാരല്ലാത്തവർ എന്നാണ് അസുരൻ എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷേ ദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാവ് ഒന്നു തന്നെയാണ്. അതുപോലെ പക്ഷിമൃഗാദികൾ. കശ്യപ മഹർഷിക്ക് ക്രോധവശ എന്ന ഭാര്യയിൽ മൃഗി, ഹരി, ഭദ്രമത, മാതങ്കി, ശാർദൂലി, ശ്വേത, സുരഭി, സുരസ തുടങ്ങിയ പുത്രിമാരുണ്ടായിരുന്നു. മൃഗിയുടെ സന്താനങ്ങളാണ് മൃഗങ്ങൾ. സുരഭിയുടെ മകളായ ഗാന്ധർവിയിൽ നിന്നും കുതിരകളുണ്ടായി. മറ്റൊരു മകളായ രോഹിണിയിൽ നിന്നും കന്നുകാലികളുണ്ടായി. ശ്വേതയിൽ നിന്നാണ് അഷ്ടദിഗ്ജഗങ്ങൾ ഉണ്ടായത്. അതായത് ലോകത്തിന്റെ 8 കോണുകളിലായി നിൽക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്ന 8 ആനകൾ. കടുവ, പുലി തുടങ്ങിയതൊക്കെ ശാർദൂലിയുടെ മക്കളാണ് എന്നാണ് വിശ്വാസം. മാതങ്കിയിൽ നിന്നാണ് ആനകൾ ഉണ്ടായത്. ഹരിയിൽ നിന്നും സിംഹം, കുരങ്ങ് തുടങ്ങിയവയുണ്ടായി. മൃഗമന്തയിൽ നിന്നും ഋഷം, ശ്രുമരം, ചമരം തുടങ്ങിയവ ജനിച്ചു. ഇങ്ങനെ ലോകത്തിലുള്ള മിക്ക ജീവികളുടെയും പിതാവ് കശ്യപ മഹർഷിയാണ്. ഇനി അപ്സരസുകൾ എന്നൊരു കൂട്ടരെ കുറിച്ച് പറയാം. പലപ്പോഴും കഥകളിലൊക്കെ അപ്സരസുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഇവർ ദേവസ്ത്രീകളാണ്. പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നും ലഭിച്ചതാണ് ഈ അപ്സരസുകളെ എന്നാണ് ഐതിഹ്യം. പാലാഴി കടയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ ദുർവാസാവിന്റെ ശാപനിമിത്തം ദേവന്മാർക്ക് ജരാനര പിടിച്ചു. ജരാനര പിടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെ അവരും പ്രായം ചെന്നവരായി മരിക്കാൻ തുടങ്ങി. അതിൽ നിന്നും രക്ഷപ്പെടുവാൻ മാർഗം അന്വേഷിച്ചവർ വിഷ്ണുവിനെ സമീപിച്ചു. വിഷ്ണു അവർക്കൊരു മാർഗം ഉപദേശിച്ചു കൊടുത്തു. പാലാഴി കടഞ്ഞ് അവിടെ നിന്ന് ലഭിക്കുന്ന അമൃതെടുത്ത് കഴിച്ചാൽ അവരുടെ ഈ ജരാനരയൊക്കെ മാറിക്കിട്ടും, അവർക്ക് മരണമില്ലാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം അവർ പാലാഴി കടയുകയും അമൃതെടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. വലിയൊരു കഥയായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ പാലാഴി കടഞ്ഞപ്പോൾ പല സാധനങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായതാണ് അപ്സരസ് എന്നാണ് വിശ്വാസം. പിന്നെ ഗന്ധർവന്മാരാണ്. കശ്യപ മഹർഷിക്ക് അരിഷ്ട എന്ന ഭാര്യയിൽ ജനിച്ച മക്കളാണ് ഗന്ധർവന്മാർ എന്നാണ് അഗ്നിപുരാണം പറയുന്നത്. അതുപോലെ കിന്നരന്മാർ, ദേവലോകത്തെ സംഗീതക്കാരാണ് ഈ കിന്നരന്മാരെന്ന് പറയുന്നത്. പിന്നെ ഗണദേവതമാരുണ്ട്. അതായത് ഗ്രൂപ്പായിട്ടാണ് അവരെക്കുറിച്ച് സാധാരണ പറയുക. 12 ആദിത്യന്മാർ, 10 വിശ്വദേവന്മാർ, 8 വസുക്കൾ, 36 സുഷിതന്മാർ, 49 അനിലന്മാർ, 220 മഹാരാജികന്മാർ, 11 രുദ്രന്മാർ എന്നിങ്ങനെ പലരാണ് ഈ കൂട്ടത്തിലുള്ളത്. പിന്നെ യക്ഷന്മാര്, രക്ഷസുകള് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അഗ്നിപുരാണം 19-ാം അധ്യായം അനുസരിച്ച് കശ്യപ മഹർഷിയുടെ പൗത്രിയായ മുനിയുടെ മക്കളാണ് യക്ഷന്മാരും രക്ഷസുകളും. അതുപോലെ യക്ഷികൾ, യക്ഷന്മാരെ പുരുഷന്മാരാണെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെയാണ് യക്ഷിമാർ എന്ന് പറയുന്നത്. അവരെക്കുറിച്ചുള്ള വിശ്വാസം അവരുടെ കാലെ നിലത്ത് തൊടുകയില്ല. അവർ കരിമ്പനകളിലൊക്കെയാണ് താമസിക്കുന്നത്.
മനുഷ്യനെ കൊന്ന് ചോര കുടിക്കും, അവരുടെ മാംസം തിന്നും എന്നിങ്ങനെ നിരവധി കഥകൾ ഈ യക്ഷിമാരെ കുറിച്ച് പറയാറുണ്ട്. യക്ഷിമാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവരെ അമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ച് അവർക്ക് പൂജയൊക്കെ കൊടുക്കുന്ന രീതി ഹിന്ദുമതത്തിൽ ഇന്നും നിലനിൽക്കുന്നു. അതുപോലെ ഹിന്ദുമതത്തിൽ പിശാചുമുണ്ട്. പക്ഷേ ബൈബിളിൽ കാണുന്നത് പോലെയുള്ള ഒരു പിശാചല്ല. ഈ ദേവന്മാരെ പോലെയും കിന്നരന്മാരെ പോലെയും ഗന്ധർവന്മാരെ പോലെയും ഒക്കെയുള്ള ഒരു ആള് മാത്രമാണ്. മറ്റ് ദേവന്മാരെക്കാൾ കൂടിയതായ ഒരു ദുഷ്ടതയും ഈ പിശാചും പ്രവർത്തിക്കുന്നില്ല. ഈ പിശാചിനെയും ബ്രഹ്മാവാണ് സൃഷ്ടിച്ചത് എന്നും പുരാണങ്ങൾ പറയുന്നുണ്ട്. പിന്നീടുള്ളത് ഭൂതങ്ങളാണ്. ഭൂതങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നത് പോലെ ഒരു കാര്യമല്ല ഹിന്ദുമതത്തിലുള്ളത് എന്നറിഞ്ഞിരിക്കണം. ബൈബിൾ അനുസരിച്ച് ഭൂതങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിനെതിരായി നിൽക്കുന്ന ശക്തിയാണ്. എന്നാൽ ഹിന്ദുമതത്തിലെ ഭൂതങ്ങൾ അങ്ങനെയല്ല, ശിവന്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഭൂതങ്ങൾ. ഏതായാലും ശിവനോട് ചേർന്നാണ്, ശിവന്റെ ദാസന്മാരായാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ടാണ് ശിവനെ ഭൂതനാഥൻ, ഭൂതങ്ങളുടെ നാഥൻ എന്ന് വിളിക്കുന്നത്. ഭൂതങ്ങളുടെ ശരീരപ്രകൃതിയെക്കുറിച്ചും ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. കൃശമായ അവയവങ്ങൾ, നീളമുള്ള ചെവികൾ, തടിച്ചു തൂങ്ങിയ ചുണ്ടുകൾ, ചുവന്ന കണ്ണ്, വർത്തുളാകൃതിയിലുള്ളതായ പുരികം, ഉഗ്രമായ ദ്രംഷ്ടകൾ, നീണ്ട നഖങ്ങൾ, കപിലമായ വർണ്ണം, ഇങ്ങനെ പലതുമാണ് ഈ ഭൂതങ്ങളുടെ ലക്ഷണം. ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ദ്രാവിഡരെ കുറിച്ചാകാം ഈ പറയുന്നത്. ഈ ലക്ഷണങ്ങളൊക്കെ ഏകദേശം കറുത്ത വർഗ്ഗക്കാർക്ക് യോജിക്കുന്നതാണ്. ഒരുപക്ഷെ അവരെ കണ്ടിട്ട് ഭയപ്പെട്ടതായ ആര്യന്മാര് അവരെ ഭൂതങ്ങളെന്ന് വിളിച്ചു. അവരുടെ രാജാവായിരുന്ന തെക്കേ ഇന്ത്യയിലെ ഏതോ രാജാവിനെ അവർ ഭൂതങ്ങളുടെ നാഥനായും കണക്കാക്കി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. ഏതായാലും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതിന്റെ ആവശ്യമുണ്ടെന്നും തോന്നുന്നില്ല. ഇനിയും അവതാരങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹൈന്ദവ പുരാണങ്ങളിലുള്ള നിരവധി മഹർഷിമാരും പല ദേവന്മാരും വിവിധങ്ങളായ കാരണങ്ങളാൽ പലപ്പോഴും ഭൂമിയിൽ മനുഷ്യരായി ജനിച്ചിട്ടുണ്ട്, മറ്റു മൃഗങ്ങളായും ജനിച്ചിട്ടുണ്ട്, കല്ലായി പോലും തീർന്നിട്ടുണ്ട്. എന്നാൽ വിഷ്ണു 10 അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ 9 എടുത്തു, 10ാമത്തെ എടുക്കാൻ പോകുന്നു. അങ്ങനെ വിഷ്ണുവിന് 10 അവതാരങ്ങളുണ്ട് എന്നാണ് ഹൈന്ദവ വിശ്വാസം. ഏതെങ്കിലും ശാപം കിട്ടിയൊക്കെ ഭൂമിയിൽ ദേവന്മാരോ അസുരന്മാരോ അല്ലെങ്കിൽ മഹർഷിമാരോ അപ്സരസുകളോ ഗന്ധർവന്മാരോ ഒക്കെ ജനിക്കാറുണ്ടെങ്കിലും ആ ജനനം പോലെയല്ല വിഷ്ണുവിന്റെ അവതാരങ്ങൾ. എന്തിനാണ് അവതരിക്കുന്നത് എന്ന് വിഷ്ണു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ ലോകത്ത് എപ്പോഴൊക്കെയും അധർമ്മം പെരുകുന്നുവോ, എപ്പോഴൊക്കെയും ധർമ്മത്തിന് ച്യുതിയുണ്ടാകുന്നുവോ, ക്ഷീണമുണ്ടാകുന്നുവോ, ആ സമയങ്ങളിലൊക്കെയും ഞാൻ അവതരിക്കും. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനും ധർമ്മത്തെ പുനഃസ്ഥാപിച്ചും കൊണ്ട് സാധുക്കളായ ജനങ്ങളെ, ധർമ്മിഷ്ഠരായ ജനങ്ങളെ സംരക്ഷിക്കുവാനും വേണ്ടി, രക്ഷിക്കുവാനും വേണ്ടി ഞാൻ കാലാകാലങ്ങളിൽ അവതരിക്കുന്നു, യുഗം തോറും അവതരിക്കുന്നു. സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ് അർത്ഥം എന്ന് പൊതുവെ ഒരു വിശ്വാസമുണ്ട്. അത് ശരിയല്ല. ആ വാചകത്തിന്റെ അർത്ഥം അങ്ങനെയല്ല. സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നു, യുഗങ്ങൾ തോറും മഹാവിഷ്ണു അവതരിക്കുന്നു എന്നാണ്. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല ഈ സംഭവം. അങ്ങനെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനും ശിഷ്ടരായ ജനങ്ങളെ, ധർമ്മിഷ്ഠരായ ആൾക്കാരെ, നല്ലവരായ ആൾക്കാരെ സംരക്ഷിക്കുവാനും വേണ്ടി മഹാവിഷ്ണു കാലാകാലങ്ങളിൽ യുഗങ്ങൾ തോറും അവതരിക്കുന്നു എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അവതാരങ്ങളെ പ്രധാനമായി 3ആയി തിരിക്കാറുണ്ട്. 1 ആവേശം, 2 അംശാവതാരം, 3 പൂർണ്ണാവതാരം. ആവേശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് ഏതെങ്കിലും ഒരു ദേവനോ ദേവിയോ ഗന്ധർവനോ ആരെങ്കിലുമൊക്കെ അല്പസമയത്തേക്ക് കയറിക്കൂടുന്നതാണ്. സാധാരണഗതിയിൽ നാം ഭൂതബാധ എന്നൊക്കെ വിളിക്കുന്നത് ഈ വിധത്തിലുള്ള ആവേശങ്ങളെയാണ്. അത് അല്പസമയം കഴിയുമ്പോൾ വിട്ടുപോകും എന്നാണ് ഹൈന്ദവർ പഠിപ്പിക്കുന്നത്. എന്നാൽ ബൈബിൾ അനുസരിച്ച് ഒരിക്കൽ ഭൂതം കയറിയാൽ അത് അവിടെ കുടികൊള്ളാനാണ് സാധ്യത, വിട്ടുപോകുകയില്ല. പക്ഷേ അടങ്ങി കുറെ കാലം ഇരുന്നെന്ന് വരാമെന്ന് മാത്രം. അങ്ങനെ തൽക്കാലത്തേക്കുണ്ടാകുന്നതെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ആവേശമാണ് ഒരു വിധത്തിലുള്ള അവതാരം. 2ാമത്തേത് അംശാവതാരമാണ്. അതായത് ഒരു ദേവന്റെ ഒരു അംശം മാത്രം ഈ ഭൂമിയിൽ അവതരിക്കുന്നു. അങ്ങനെ പല അംശാവതാരങ്ങൾ പല ദേവന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പൂർണ്ണ അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ളത് മഹാവിഷ്ണുവിന് മാത്രമാണ്. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ, അത് ശ്രീകൃഷ്ണനെ മാത്രമാണ് പൂർണ്ണ അവതാരമായി സാധാരണ പറയാറ്. എങ്കിലും 10 അവതാരവും
മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരങ്ങളാണ് എന്ന് സാമാന്യമായി പറയാറുമുണ്ട്. യുഗങ്ങൾ തോറും അവതരിക്കുന്നു എന്നാണ് മഹാവിഷ്ണു പറഞ്ഞത്. എന്താണ് യുഗങ്ങൾ തോറും അവതരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതറിയണമെങ്കിൽ യുഗം എന്താണെന്ന് അറിയണം. സമയത്തെക്കുറിച്ച് ചില കണക്കുകളൊക്കെ ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. 2 ഇലകൾ ചേർത്ത് വെച്ച് അതിലേക്കൊരു മുള്ളു തറച്ചാൽ ഒരു ഇലയിൽ നിന്നും മറ്റൊരു ഇലയിലേക്ക് ആ മുള്ളിന് കടക്കാൻ ആവശ്യമായ സമയം അത് വളരെ ചെറിയൊരു സമയമാണ്. ആ സമയത്തെ അല്പകാലം എന്ന് വിളിക്കാം. അങ്ങനെ 30 അല്പകാലമായാൽ ഒരു ത്രുടി ആകും. 30 ത്രുടി ചേർന്നാൽ ഒരു കലയാകും. 30 കല എന്ന് പറയുന്നത് ഒരു നിമിഷം അല്ലെ ഒരു കാഷ്ട ആണ്. 4 നിമിഷം എന്ന് പറയുന്നത് ഒരു ഗണിതമാണ്. 10 ഗണിതം എന്ന് പറയുന്നത് ഒരു നെടുവീർപ്പാണ്. നമ്മൾ നെടുവീർപ്പിടുന്ന കാര്യമല്ല, ഇത് സമയത്തിന്റെ കാര്യമാണ് പറയുന്നത്. 6 നെടുവീർപ്പ് ഒരു വിനാഴിക, 60 വിനാഴിക ഒരു ഘടിക, 60 ഘടിക ഒരു ദിവസം, ഒരു രാവും പകലും, അഹോരാത്രം എന്ന് പറയാം. 15 അഹോരാത്രങ്ങൾ ചേർന്നാൽ ഒരു പക്ഷമായി, 2 പക്ഷങ്ങൾ ചേർന്നാൽ ഒരു ചന്ദ്രമാസം അല്ലെ നമ്മൾ സാധാരണ പറയുന്ന ഒരു മാസമായി, 12 ചന്ദ്രമാസങ്ങൾ ചേർന്നാൽ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് ഒരു വർഷമായി. ആ കാലക്കണക്ക് അത്ര കൃത്യമല്ല. ഒരു മനുഷ്യവർഷം എന്ന് പറയുന്നത് ഒരു ദേവ ദിവസമാണ്. അതായത് മനുഷ്യന്റെ ഒരു വർഷം എന്ന് പറയുന്നത് ദേവന്മാരെ സംബന്ധിച്ച് ഒരു ദിവസം പോലെയാണ്. 360 ദേവ ദിവസം ചേർന്നാൽ ദേവന്മാരുടെ ഒരു വർഷമാകും. അങ്ങനെ 12,000 ദേവ സംവത്സരങ്ങൾ ചേരുമ്പോൾ ഒരു ചതുർയുഗം 4 യുഗങ്ങൾ ചേർന്ന ഒന്നായിട്ട് മാറും. 71 ചതുർയുഗങ്ങൾ ചേർന്നാൽ ഒരു മന്വന്തരമാകും. 14 മന്വന്തരങ്ങൾ ചേർന്നാൽ ഒരു കൽപ്പമാകും. അങ്ങനെ ഒരു കൽപ്പമാണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ. 2 കൽപ്പം ചേർന്നാൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസമാകും, അതായത് രാവും പകലും. 360 ബ്രഹ്മ ദിവസങ്ങൾ ചേർന്നാൽ ഒരു ബ്രഹ്മവർഷമാകും. 120 ബ്രഹ്മവർഷം കഴിയുമ്പോൾ ഒരു ബ്രഹ്മാവിന്റെ ആയുസ് തീരും. അതായത് 120 ബ്രഹ്മവർഷം കഴിയുമ്പോൾ ബ്രഹ്മാവ് മരിക്കും എന്ന് ചുരുക്കം. ഇങ്ങനെയാണ് ഹിന്ദു പുരാണങ്ങളിൽ യുഗങ്ങളെക്കുറിച്ചുള്ള കണക്ക് പറയുന്നത്. ഒരു ചതുർയുഗം എന്ന് പറയുന്നത് 4 യുഗങ്ങൾ ചേർന്നതാണ്. ഏതൊക്കെയാണ് 4 യുഗങ്ങൾ? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയാണത്. നാം കേട്ടിട്ടുണ്ടല്ലോ ഇത് കലിയുഗമാ എന്ന്. അതിനു മുൻപ് 3 യുഗങ്ങളുണ്ട്. അവയുടെ പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 71 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ ഒരു മനുവും ദേവന്മാരും നശിക്കും. ഇങ്ങനെയുള്ള 14 മന്വന്തരങ്ങൾ കൂടുന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് നാം കണ്ടു കഴിഞ്ഞല്ലോ. ഓരോ മന്വന്തരത്തിലും ഓരോ മനുമാരുണ്ട്. 14 മന്വന്തരങ്ങളിലായിട്ട് 14 മനുമാരാണുള്ളത്. ഇതിൽ 7ാമത്തെ മനുവിന്റെ കാലത്താണ് ഇപ്പോൾ നാം ജീവിക്കുന്നത് എന്നാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. 7ാമത്തെ മനുവിന്റെ പേര് വൈവസ്വതൻ എന്നാണ്. ഇനി കലിയുഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. ഓരോ യുഗങ്ങളും എത്ര കാലം നീളുന്നതാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. കൃതയുഗം എന്ന് പറയുന്നത് 17,28,000 വർഷങ്ങൾ ചേരുന്നതാണ്. ത്രേതായുഗം എന്ന് പറയുന്നത് 12,96,000 വർഷങ്ങൾ കൂടുന്നതാണ്. ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ ജീവിച്ചിരുന്നത് എന്നാണ് ഹൈന്ദവ വിശ്വാസം. പിന്നീടാണ് ദ്വാപരയുഗം വരുന്നത്. 8,64,000 വർഷമാണ് ദ്വാപരയുഗം. ശ്രീകൃഷ്ണൻ മരിച്ച ദിവസം ദ്വാപരയുഗം അവസാനിച്ചു, കലിയുഗം ആരംഭിച്ചു. അതായത് ക്രിസ്തുവിന് മുൻപ്, അതായത് BC 3102 ഫെബ്രുവരി 13-ാം തീയതിയാണ് ശ്രീകൃഷ്ണൻ മരിക്കുകയും കലിയുഗം ആരംഭിക്കുകയും ചെയ്തത് എന്നാണ് വിശ്വാസം. അങ്ങനെ വരുമ്പോൾ കലിയുഗം തീരാനായിട്ട് ഇനിയും ഏതാണ്ട് 4,28,000 വർഷത്തോളം അവശേഷിക്കുന്നു എന്ന് ഏകദേശമായി നമുക്ക് പറയാൻ കഴിയും. ഇത് മനസ്സിലാക്കുമ്പോഴാണ് പലരും കൽക്കിയുടെ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതിന്റെ അർത്ഥശൂന്യത മനസ്സിലാക്കുന്നത്. ഈ കാലത്തും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി പലരും അവകാശപ്പെടാറുണ്ട്, വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കിയാണ് ഞാൻ, ലോകത്തെ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നൊക്കെ. വാസ്തവത്തിൽ അത് വിഡ്ഢിത്തമാണ്. കാരണം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് തന്നെ 4,28,000 വർഷം കൂടെ കഴിഞ്ഞാണ് കൽക്കി വരേണ്ടത്. കലിയുഗത്തിന്റെ അവസാനത്തിലാണ് കൽക്കി വരേണ്ടത്. അതുകൊണ്ട് ഈ പറയുന്നവരൊക്കെ കൽക്കിയാണെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. വിഷ്ണുവിനെ 10 അവതാരങ്ങളാണ് ഉള്ളത് എന്ന് നാം കണ്ടു കഴിഞ്ഞല്ലോ.
ഏതാണ് ഈ 10 അവതാരങ്ങളെന്ന് നമ്മിൽ മിക്കവർക്കും അറിയാം. അതുകൊണ്ട് അതേപ്പറ്റി വിശദമായി ഒന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അവയുടെ പേര് മാത്രം പറഞ്ഞു പോകട്ടെ. മത്സ്യാവതാരമാണ് ഒന്നാമത്തേത്. ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഈ വേദങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയി. ഹയഗ്രീവനെ കണ്ടെത്തി വേദങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചത്. അതാണ് ആദ്യത്തെ അവതാരം. രണ്ടാമത്തെ അവതാരം എന്ന് പറയുന്നത് കൂർമ്മമാണ്. കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമ. എന്തിനു വേണ്ടിയാണ് മഹാവിഷ്ണു ആമയായിട്ട് അവതരിച്ചത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദേവന്മാർ അമൃതെടുക്കുവാൻ വേണ്ടി പാലാഴി കടഞ്ഞുകൊണ്ടിരുന്നു. മന്ദരപർവ്വതത്തെ കടകോലായിട്ടും വാസുകി എന്ന് പറയുന്ന സർപ്പത്തെ അതിനുള്ള കയറായിട്ടും ഉപയോഗിച്ചാണ് അവർ പാലാഴി കടഞ്ഞുകൊണ്ടിരുന്നത്. തൈരുമൊക്കെ ഇങ്ങനെ കടഞ്ഞു മോരുണ്ടാക്കുന്നത് പോലെയാണ് ഇവർ കടഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പർവ്വതത്തിനു ചുറ്റും ഈ പാമ്പിനെ ചുറ്റി അവർ കടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പർവ്വതത്തിന്റെ അടിയിൽ, കടലിനടിയിൽ അതിനെ താങ്ങി നിർത്താൻ ഒന്നുമില്ല. അതുകൊണ്ട് പർവ്വതം കടലിലേക്ക് താഴുവാൻ തുടങ്ങി. അങ്ങനെ താണുപോയാൽ കടച്ചിൽ നടക്കത്തില്ല. അതുകൊണ്ട് ദേവന്മാരുടെ സഹായത്തിനു വേണ്ടി മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷമായി. മഹാവിഷ്ണു അവതാരമെടുത്തു. ഒരു ആമയുടെ രൂപത്തിൽ മഹാവിഷ്ണു ഈ പർവ്വതത്തിന്റെ, മന്ദരപർവ്വതത്തിന്റെ അടിയിൽ പോയി മന്ദരപർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു. പാലാഴി കടഞ്ഞു തീരുന്നതുവരെയും അവിടെ മഹാവിഷ്ണു ആമയായി നിലകൊണ്ടു. അതാണ് കൂർമാവതാരം. ഇനിയും വരാഹാവതാരമാണ്. വരാഹമെന്ന് പറഞ്ഞാൽ പന്നി. വരാഹമായി അവതരിച്ച് ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ഒരസുരനെ മഹാവിഷ്ണു കൊന്നു എന്നാണ് കഥ. പിന്നീട് നരസിംഹമായി അവതരിച്ചു. ഹിരണ്യാക്ഷന്റെ സഹോദരനായിരുന്ന ഹിരണ്യകശിപുവിനെ കൊല്ലുവാനും ഹിരണ്യകശിപുവിന്റെ മകനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാനും വേണ്ടിയാണ് ആ അവതാരം എടുത്തത്. പിന്നീടുള്ളത് വാമനാവതാരമാണ്. പ്രഹ്ലാദന്റെ പിന്തുടർച്ചക്കാരനായിരുന്ന മഹാബലി എന്ന അസുരൻ ദേവന്മാരെയൊക്കെ തോൽപ്പിച്ച് ദേവലോകമൊക്കെ കീഴടക്കി അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നു. നല്ല ഭരണമായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിച്ചു. എങ്ങനെയെങ്കിലും മഹാബലിയെ ചതിച്ചാണേലും വേണ്ടില്ല, ആ രാജ്യം തിരിച്ചു പിടിക്കണം. അങ്ങനെ ദേവന്മാരുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു ഒരു വാമനൻ, അതായത് പൊക്കം കുറഞ്ഞ ഒരു പയ്യൻ, ഒരു ബ്രാഹ്മണ ചെറുക്കന്റെ രൂപത്തിൽ മഹാബലിയുടെ അടുക്കൽ ചെയ്യുകയും 3 അടി മണ്ണ് യാചിക്കുകയും ചെയ്തു. തനിക്കിരുന്ന് തപസ് ചെയ്യാൻ വേണ്ടി 3 അടി മണ്ണ് വേണമെന്ന് യാചിച്ചു. മഹാബലി ദാനശീലനാണ്. അതുകൊണ്ട് മഹാബലി 3 അടി മണ്ണ് എടുത്തുകൊള്ളുവാൻ ആവശ്യപ്പെട്ടു. ഈ വാമനൻ പെട്ടെന്ന് വളർന്നു, ത്രിവിക്രമൻ. അങ്ങനെ 3 ലോകവും നിറഞ്ഞു നിന്നു. ഭൂമിയും പാതാളവും സ്വർഗവും എല്ലാം 2 അടി കൊണ്ട് അളന്നു തീർത്തു. 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാതായപ്പോൾ മഹാബലിയുമായി ഒരു എഗ്രിമെന്റിലെത്തി. മഹാബലിയോട് പാതാളത്തിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അല്ല ചവിട്ടിത്താത്തു എന്നൊന്നുമില്ല, കാലെടുത്ത് തലയിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മഹാബലിയെ പാതാളത്തിലേക്ക് പറഞ്ഞുവിട്ടു. അതാണ് വാമനാവതാരം. പിന്നീടുള്ളത് പരശുരാമന്റെ അവതാരമാണ്. പരശു എന്ന് പറഞ്ഞാൽ കോടാലി. പരശുരാമന്റെ ആയുധം കോടാലിയായിരുന്നു. ആ കാലത്ത് ക്ഷത്രിയന്മാരുടെ അഹങ്കാരം സഹിക്കവയ്യാത്ത സ്ഥിതിയിലായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ക്ഷത്രിയ വംശത്തെ ഒന്നും മുടിച്ചില്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യർക്ക് കഴിഞ്ഞുകൂടാൻ വയ്യ എന്ന സ്ഥിതി വന്നു. അവരുടെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടി മഹാവിഷ്ണു പരശുരാമനായി അവതരിച്ചു. 21 വട്ടം ഭൂമിയിലെങ്ങും സഞ്ചരിച്ച് ക്ഷത്രിയന്മാരെ ഇല്ലായ്മ ചെയ്തു എന്നാണ് കഥ. അത് കഴിഞ്ഞാണ് ശ്രീരാമന്റെ അവതാരം ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ നമുക്കറിയാം, ശ്രീരാമന്റെ കഥയെന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആര്യ രാജാവ് തെക്കേ ഇന്ത്യയിലെത്തി തെക്കേ ഇന്ത്യയിലെ രാജാക്കന്മാരെ തോൽപ്പിച്ച കഥയാണ് അതിലുള്ളത്. വാസ്തവത്തിൽ അത് ആര്യന്മാരുടെയും ദ്രാവിഡന്മാരുടെയും ഒരു സംഘട്ടനത്തിന്റെ കഥയാണ്. അത് ദ്രാവിഡരുടെ പരാജയത്തിലാണ് കലാശിച്ചത് എന്നും ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിനെ സംബന്ധിച്ച് വിശദമായ മറ്റ് കഥകളൊക്കെയുണ്ട്. രാമായണ കഥ നമുക്കെല്ലാവർക്കും ഏകദേശ രൂപമുള്ള കാര്യമായതുകൊണ്ട് അതേപ്പറ്റി വിശദീകരിച്ച് സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തതായി ബലഭദ്രരാമൻ. ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനാണ് ബലഭദ്രരാമൻ. ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണൻ ഭൂമിയിലുള്ളപ്പോൾ തന്നെയാണ് 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമനും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ശ്രീകൃഷ്ണനെക്കുറിച്ചും ബലരാമനെക്കുറിച്ചും ഏറെയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വളരെ പ്രശസ്തമായ കഥകൾ ഇവരെ പറ്റിയുണ്ടല്ലോ. അതല്ല, കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ മഹാഭാരതം, ഭാഗവതം തുടങ്ങിയതായ പുസ്തകങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. ശ്രീകൃഷ്ണനാണ് 9ാമത്തെ അവതാരമെന്നും അതുമാത്രമാണ് പൂർണ്ണമായ അവതാരം എന്നുമാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. ശ്രീകൃഷ്ണന്റെ കഥകളെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല.
ശ്രീകൃഷ്ണന് ശേഷമാണ് കൽക്കി വരുന്നത്. അഗ്നിപുരാണം 16-ാം അധ്യായത്തിൽ കൽക്കിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ആ കാലത്ത് ഈ ഭൂമിയിൽ ധർമ്മം ഉണ്ടായിരിക്കയില്ല. എന്താണ് ധർമ്മം എന്ന് പറയുന്നത്? അത് നാം വിശ്വസിക്കുന്ന നീതിന്യായം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, പിൽക്കാല വേദങ്ങളുടെ കാലവും പുരാണങ്ങളുടെ കാലമായപ്പോഴേക്കും ജാതി വ്യവസ്ഥ വളരെ കഠിനമായി തീർന്നു. ഒരു ജാതിയിൽ നിന്നും മറ്റൊരു ജാതിയിലേക്ക് മാറാൻ വയ്യാത്ത സ്ഥിതിയായി. മാത്രമല്ല, ശൂദ്രരെ പോലുള്ള താണജാതിക്കാർക്ക് അവർക്ക് മൃഗത്തിന് തുല്യമായ ഒരു ജീവിതമാണ് ഉണ്ടായിരുന്നത്. യാതൊരുവിധ സ്വാതന്ത്ര്യങ്ങളുമില്ലായിരുന്നു. മനുസ്മൃതിയിലും മറ്റും പറയുന്നത് ശൂദ്രൻ വേദം കേൾക്കുന്നത് വലിയ പാപമാണെന്നും ഏതെങ്കിലും ശൂദ്രൻ അബദ്ധത്തിലെങ്കിലും വേദം കേൾക്കുവാനിടയായാൽ ആ പാപം മാറുവാൻ വേണ്ടി അവന്റെ ചെവിയിൽ ഉരുക്കിയ ഈയമൊഴിക്കണമെന്നുമാണ്. നാം കണ്ടുകഴിഞ്ഞതുപോലെ ശൂദ്രൻ തപസ് ചെയ്തതിന് അതൊരു മഹാപാപമായി കണക്കാക്കി ശ്രീരാമൻ അവരെ തലവെട്ടുകയുണ്ടായി. അത്രമാത്രം ജാതി വ്യവസ്ഥ കഠിനമായിരുന്ന കാലത്താണ് ഇതൊക്കെ എഴുതിയത്. അന്നത്തെ വിശ്വാസമനുസരിച്ച് ഓരോ ജാതിയും അവരുടെ ധർമ്മം ചെയ്യണം, അല്ലെ അവർക്ക് വിധിച്ചിട്ടുള്ള കർമ്മം ചെയ്യണം. അതാണ് ശരിയായ ധർമ്മം. ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ളത് മതപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളാണ്. ബ്രാഹ്മണൻ അത് മാത്രമേ ചെയ്യാവൂ. ക്ഷത്രിയന് വിധിച്ചിട്ടുള്ളത് രാജഭരണവും യുദ്ധം ചെയ്യലും ഒക്കെയാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നത്, അർജുന, നിന്റെ ധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുകയാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് നിന്റെ ജ്യേഷ്ഠനെന്നോ സഹോദരനെന്നോ അപ്പനെന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ ധർമ്മം യുദ്ധം ചെയ്യലാണ്. ധൈര്യമായി നീ യുദ്ധം ചെയ്യുക എന്ന്. അങ്ങനെ ക്ഷത്രിയരുടെ ധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക, രാജഭരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. വൈശ്യരുടെ ധർമ്മം കൃഷി ചെയ്യുക, വ്യാപാരം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. ശൂദ്രരുടെ ധർമ്മം ഈ 3 ജാതിക്കാരെയും സേവിക്കുക എന്നുള്ളതാണ്. എന്നാൽ കലികാലത്തിൽ അതിലൊക്കെ മാറ്റം വരും. ശൂദ്രരെ പോലുള്ള ജാതിക്കാരൊക്കെ ഉയർന്ന ജാതിക്കാരെ ബഹുമാനിക്കാതാകും. ബ്രാഹ്മണർക്ക് യാതൊരു സ്ഥാനവുമില്ലാതാകും. ശൂദ്രന്മാർ ബ്രാഹ്മണരെ ഉപദ്രവിക്കാൻ തുടങ്ങും. ക്ഷത്രിയരെയും വൈശ്യരെയും അവർ പീഡിപ്പിക്കും. അങ്ങനെ ധർമ്മം ദേശത്തില്ലാതെയായിത്തീരും. അങ്ങനെ ധർമ്മമില്ലാതെയാകുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൃഷ്ണൻ അവതരിക്കുന്നത്, അല്ലെങ്കിൽ മഹാവിഷ്ണു അവതരിക്കുന്നത്. ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അവതരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാം കണ്ടുകഴിഞ്ഞതുപോലെ ധർമ്മം എന്ന് പറയുന്നത് ഓരോ ജാതിക്കും വിധിച്ചിട്ടുള്ള ആ കർമ്മങ്ങൾ എന്തോ അത് ചെയ്യുന്നതാണ്. അത് ലംഘിക്കുന്നതാണ് പാപം. കലിയുഗത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് താണജാതിക്കാർ ഉയർന്ന ജാതിക്കാരെ ബഹുമാനിക്കാതെ അവരെ പീഡിപ്പിക്കുന്നു, അവരുടെ സ്ഥാനങ്ങൾ കവർന്നെടുക്കുന്നു. താണജാതിക്കാർ തങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതായ ജോലികളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ ലോകത്ത് ധർമ്മമില്ലാതായിത്തീരുമ്പോൾ മഹാവിഷ്ണു ശാംഭളം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വിഷ്ണു യശസ് എന്നു പേരുള്ള ഒരു ബ്രാഹ്മണനായിട്ട് അവതരിക്കും. അസ്ത്രവിദ്യയും ആയുധവിദ്യയും ഒക്കെ അഭ്യസിക്കും. എന്നിട്ട് ഈ കൽക്കി സങ്കല്പം കൊണ്ട് ആയുധങ്ങളൊക്കെ നിർമ്മിച്ച് ഈ താണജാതിക്കാരുമായി യുദ്ധം ചെയ്യുകയും ഈ അധർമ്മികളെയെല്ലാം വധിച്ചുകൊണ്ട് വീണ്ടും ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ധർമ്മം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് താണജാതിക്കാരെ താണജാതിക്കാർ ചെയ്യേണ്ട ജോലിയിലും ഉയർന്ന ജാതിക്കാരെ ഉയർന്ന ജാതിക്കാർ ചെയ്യേണ്ട ജോലിയിലും സ്ഥിരപ്പെടുത്തുക, അവരുടെ യഥാസ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ്. അതോടുകൂടി ആ കലിയുഗം അവസാനിക്കും, വീണ്ടും കൃതയുഗം ആരംഭിക്കും. ഇതാണ് ഹൈന്ദവ വിശ്വാസം. അപ്പോൾ കൽക്കി വരുന്നത് ഈ ധർമ്മം വിട്ടുപോയ ആൾക്കാരെ വീണ്ടും അവരുടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ഹൈന്ദവ പുരാണങ്ങളിൽ മഹർഷിമാർക്ക് വലിയ സ്ഥാനമാണുള്ളത്. ദേവന്മാരെ പോലെയാണ് അവരും. ദേവന്മാരെ പോലും ശപിക്കാനുള്ള അധികാരം, ശപിച്ച് ഭസ്മമാക്കാനുള്ള അധികാരം ഒക്കെ ഈ മഹർഷിമാർക്കുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ ദേവലോകത്തൊക്കെ കയറി ഇറങ്ങി നടക്കാനുള്ള അധികാരവുമുണ്ട്. സപ്തർഷികൾ എന്ന് പറയുന്ന 7 മഹർഷിമാർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട് എന്നാണ് ഹൈന്ദവ വിശ്വാസം. സപ്തർഷികൾ എന്ന് പറയുന്നത് ആകാശത്തുള്ള 7 നക്ഷത്രങ്ങളാണ്. ആകാശത്തിൽ വടക്കു ഭാഗത്തായിട്ട് ഇംഗ്ലീഷിൽ ഗ്രേറ്റ് ബെയർ എന്ന് പറയുന്ന നക്ഷത്രമാണത്. ഏകദേശം ചതുരാകൃതിയിൽ 4 നക്ഷത്രവും അതിന്റെ വാല് പോലെ 3 നക്ഷത്രങ്ങളും, അങ്ങനെ ഈ 7 നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു കൂട്ടത്തെയാണ് സപ്തർഷികൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഇവർ മഹർഷിമാരാണ്. മരീചി, അംഗീരസ്, അത്രി, പുലസ്ത്യൻ, വസിഷ്ഠൻ, പുലഹൻ, കൃതു എന്നിവരാണ് ഈ പറയുന്നതായ 7 മഹർഷിമാര്. ഇവർക്ക് വലിയ സ്ഥാനമാനങ്ങളൊക്കെയാണുള്ളത്. ഇവരെക്കുറിച്ച് വിശദമായി പറയുവാൻ സമയം വേണ്ടിവരും. അതുകൊണ്ട് ആ വിഷയം ഞാൻ വിട്ടുകളയുന്നു. ഹൈന്ദവ പുരാണം അനുസരിച്ച് പർവ്വതങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്.
ഹിമാലയ പർവ്വതം, മന്ദരപർവ്വതം, മൈനാകം, വിന്ധ്യൻ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ നദികൾ, ഗംഗ, സിന്ധു, യമുന, സരസ്വതി, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ വിശദീകരിക്കാൻ വളരെ സമയം വേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതം 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. ബ്രഹ്മചര്യം, പിന്നെ ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിനെ വർണ്ണാശ്രമധർമ്മം എന്നാണ് വിളിക്കുന്നത്. വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് എല്ലാ മനുഷ്യരും ഈ 4 ആശ്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ്. അവയിൽ ആദ്യത്തേതാണ് ബ്രഹ്മചര്യം. വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള കാലമാണ്. അന്ന് വേദങ്ങളൊക്കെ പഠിച്ച് മറ്റേ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ജീവിക്കേണ്ടതാണ്. അതാണ് ബ്രഹ്മചര്യം. പിന്നീട് ഗാർഹസ്ഥ്യമായി. ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന കാലമാണ് ഗാർഹസ്ഥ്യത്തിന്റെ കാലം. പിന്നീട് വാനപ്രസ്ഥമായി. കുട്ടികൾക്കൊക്കെ പ്രായമായി കഴിയുമ്പോൾ അവരെ ഓരോ സ്ഥാനങ്ങളിലൊക്കെ ആക്കിയതിനു ശേഷം ഈ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യുന്ന ഒരു കാലമാണ്. അങ്ങനെ റിട്ടയർ ചെയ്ത് വീട്ടിൽ തന്നെ കഴിയാം. അതല്ലെങ്കിൽ ഏതെങ്കിലും വനത്തിൽ പോയി താമസിക്കാം. വനത്തിൽ ഏകാന്തവാസം ചെയ്യുന്നതിന് വിരോധമില്ല. അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം പോയി വനത്തിൽ താമസിക്കുന്നതും തെറ്റല്ല. ഏതായാലും ആക്റ്റീവായിട്ടുള്ള ലൈഫിൽ നിന്നും മാറിയിട്ട് റിട്ടയർ ചെയ്തതായ ജീവിതം, അതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അതിന്റെ ഒരു പടി കൂടി കടക്കുമ്പോൾ സന്യാസമായി. ആ ജീവിതത്തിന്റെ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് ഭാര്യയെയും മക്കളെയും തനിക്കുള്ളതിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസത്തിലേക്ക് തിരിയുന്നു. ആ ഒരു സ്ഥിതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ സ്വന്തമായി ഒന്നും ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് നിഷ്കർഷ. അങ്ങനെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സർവസംഘ പരിത്യാഗിയായി കഴിഞ്ഞുകൂടുന്നതാണ് സന്യാസം. അങ്ങനെ ചെയ്തു വേണം മരിക്കുവാൻ എന്നാണ് ഹൈന്ദവരുടെ വിശ്വാസം. 4 പുരുഷാർത്ഥങ്ങൾ ഉള്ളതായിട്ടും ഹൈന്ദവർ വിശ്വസിക്കുന്നു. അവ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് 14 ലോകങ്ങളുണ്ട്. അവയിൽ 7 താഴെയുള്ളതും 7 ഭൂമിക്ക് മുകളിലേക്കുള്ളതുമാണ്. താഴെയുള്ളവ അതലം, വിതലം, നിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം എന്നിവയാണ്. അതിന് മുകളിലേക്കുള്ളത് ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നിങ്ങനെയാണ്. ഇങ്ങനെ ഈ 14 ലോകങ്ങളുണ്ട് എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. അതലം എന്ന് പറയുന്നത് 1ാമത്തെ പാതാളമാണ്. മയന്റെ പുത്രനായ ബലൻ എന്ന് പറയുന്ന ആളാണ് ഇവിടെ താമസിക്കുന്നത്. വിതലം എന്ന് പറയുന്നത് പരമശിവന്റെ ഒരു രൂപമായ ഹാടകേശ്വരന്റെ വാസസ്ഥാനമാണ്. അതുപോലെ സുതലം, വാമനൻ ചവിട്ടിത്താത്തു എന്ന് നാം പറയുന്ന മഹാബലി ഇപ്പോൾ വസിക്കുന്നത് ഈ സുതലം എന്ന് പറയുന്ന പാതാളത്തിലാണ്. തലാതലം എന്ന് പറയുന്ന ആ പാതാളത്തിൽ ത്രിപുരദഹനത്തിന് ശേഷം പരമശിവൻ ത്രിപുര അധിപതിയായി നിയമിച്ചതായ മയൻ താമസിക്കുന്ന സ്ഥലമാണ്. അതുപോലെ മഹാതലം, സർപ്പങ്ങൾ ഗരുഡനെ പേടിച്ച് ഇവിടെ താമസിക്കുന്നു എന്നാണ് വിശ്വാസം. രസാതലം എന്ന് പറയുന്നത് ദേവന്മാരുടെ ശത്രുക്കളായ കുറെ ആൾക്കാർ, കുറെ അസുരന്മാർ പോയി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ പാതാളം എന്ന് പറയും, അവിടെ നാഗങ്ങളുടെ വാസസ്ഥാനമാണ്. ഇതൊക്കെയാണ് 7 പാതാളങ്ങൾ. ഇനി ഭൂലോകം തൊട്ട്, ഈ ഭൂമി തൊട്ട് മുകളിലേക്കുള്ള 7 ഭാഗമാണ്. 1 ഭൂലോകം, അവിടെയാണ് മനുഷ്യൻ താമസിക്കുന്നത്. പിന്നെ ഭൂവർലോകം, നാം ഈ പറയുന്ന അന്തരീക്ഷത്തെയാണ് ഭൂവർലോകം എന്ന് പറയുന്നത്. സ്വർഗലോകം, അത് ദേവന്മാരുടെ സ്ഥലമാണ്, അല്ലെ ദേവലോകത്തെയാണ് സ്വർഗലോകം എന്ന് പറയുന്നത്. പിന്നെ മഹർലോകം, മഹർലോകം എന്ന് പറയുന്നിടത്ത് ഭൃഗു മഹർഷിയും മറ്റ് അതുപോലുള്ള ആൾക്കാരും ഒക്കെ താമസിക്കുന്നു. പിന്നെ ജനലോകമാണ്. അതിനു മുകളിലായിട്ടാണ് തപോലോകം. ഈ തപോലോകത്തിൽ അഗ്നിക്ക് ദഹിപ്പിക്കുവാൻ വയ്യാത്തത്ര ശക്തിയുള്ളതായ ഒരു കൂട്ടം ദേവന്മാരാണ് വസിക്കുന്നത്. ഏറ്റവും മുകളിലുള്ളതാണ് സത്യലോകം. ഇവിടെയാണ് ബ്രഹ്മാവ് അധിവസിക്കുന്നത്. ഇങ്ങനെ ഈ 14 ലോകങ്ങൾ. അതുപോലെ ഹിന്ദു വിശ്വാസമനുസരിച്ച് നരകങ്ങൾ 28 എണ്ണമാണുള്ളത്. അത് 28 നരകമല്ല, വാസ്തവത്തിൽ ഒരു നരകമാണ്. അതിന്റെ 28 ഭാഗങ്ങളാണ്. ആ ഓരോ നരകത്തിലും ഓരോ തരത്തിലുള്ള ശിക്ഷകളാണ് ഓരോ വ്യക്തിക്കും കൊടുക്കുന്നത്. ആ നരകങ്ങളെക്കുറിച്ചും അവിടുത്തെ ശിക്ഷകളെക്കുറിച്ചും ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിലും ഈ നരകങ്ങളുടെ പേര് മാത്രം ഞാൻ പറയാം. താമ്രിസം എന്ന് പറയുന്നതാണ് 1ാമത്തെ നരകം. അന്തതാമിശ്രം എന്ന് പറയുന്നതാണ് 2ാമത്തെ നരകം. പിന്നീട് രൗരവം, മഹാരൗരവം,
കമ്പീഭാഗം, കാലസൂത്രം, അസിപത്രം, സുകരമുഖം, അന്തകൂപം, കൃമിഭോജനം, അങ്ങനെ 28 നരകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഓരോ നരകത്തിലും ഓരോ വിധത്തിലുള്ളതായ ശിക്ഷകളാണുള്ളത്. പക്ഷേ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക, ബൈബിളിൽ പറയുന്നത് പോലെ നരകം നിത്യമല്ല. ബൈബിൾ അനുസരിച്ച് നരകത്തിൽ വീഴുന്ന വ്യക്തിക്ക് പിന്നീട് അവിടെ നിന്നും മോചനമില്ല. എന്നാൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അങ്ങനെയല്ല. നരകമെന്ന് പറയുന്നത് നിത്യമല്ല, സ്വർഗമെന്ന് പറയുന്നതും നിത്യമല്ല. ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കനുസരിച്ച് അവനെ കുറച്ചു കാലം സ്വർഗലോകത്ത് സുഖവാസമനുഷ്ഠിക്കാൻ അവസരമൊരുക്കി കൊടുക്കും. അതിനുശേഷം അവന്റെ സുഹൃതമില്ലാതായി തീരുമ്പോൾ അവൻ ഭൂമിയിൽ വന്ന് വീണ്ടും മനുഷ്യനായോ മൃഗമായോ മറ്റെന്തെങ്കിലുമൊക്കെയായോ ജനിക്കേണ്ടതായി വരും. അതുപോലെ നരകത്തിൽ പോകുന്ന പാപികളും എന്നെന്നും അവിടെ കിടക്കയില്ല. കുറച്ചു കാലം ശിക്ഷയൊക്കെ അനുഭവിച്ചതിന് ശേഷം ഈ ഭൂമിയിലേക്ക് തിരികെ വരികയും വീണ്ടും മറ്റെന്തെങ്കിലും ജീവികളായിട്ട് ഭൂമിയിൽ ജനിക്കുകയും ചെയ്യും എന്നാണ് ഹൈന്ദവ വിശ്വാസം. ഹൈന്ദവർ രക്ഷയെക്കുറിച്ച്, അതായത് മോക്ഷത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. എങ്കിലും ഹൈന്ദവ പുരാണങ്ങളെക്കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ കൂടെ പറയാതിരിക്കുന്നത് ശരിയല്ല. ഹൈന്ദവരുടെ വിശ്വാസമനുസരിച്ച് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളുമുണ്ട്. സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം എന്നിങ്ങനെ 5 ലക്ഷണങ്ങളുള്ള 5 കാര്യങ്ങളുള്ളതാണ് പുരാണങ്ങളെന്നാണ്. എന്നാൽ മിക്ക പുരാണങ്ങളും പഠിച്ചാൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും അവയ്ക്കില്ല. വളരെ അപൂർവെണ്ണത്തിന് മാത്രമേ ഇവ 5 തികയുന്നുള്ളൂ. എങ്കിലും 18 പുരാണങ്ങളുണ്ട് എന്നാണ് വിശ്വാസം. അവയിൽ 6 ബ്രഹ്മാവുമായി ബന്ധപ്പെട്ടതും 6 വിഷ്ണുവുമായി ബന്ധപ്പെട്ടതും 6 ശിവനുമായി ബന്ധപ്പെട്ടതുമാണ്. ബ്രഹ്മാവുമായി ബന്ധപ്പെട്ടതായ പുരാണങ്ങൾ ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, മാർക്കണ്ഡേയ പുരാണം, ഭവിഷ്യപുരാണം, വാമന പുരാണം എന്നിവയാണ്. ഇനി വിഷ്ണുവിനെ സംബന്ധിക്കുന്നത് വിഷ്ണുപുരാണം, ഭാഗവത പുരാണം, നാരദീയ പുരാണം, ഗരുഡ പുരാണം, പാത്മപുരാണം, വരാഹപുരാണം എന്നിവയാണ്. ശിവനെ സംബന്ധിക്കുന്നവ വായുപുരാണം, ലിംഗപുരാണം, സ്കാന്ദപുരാണം, അഗ്നിപുരാണം, മത്സ്യപുരാണം, കൂർമ്മപുരാണം എന്നിവയാണ്. ഇങ്ങനെ 18 പുരാണങ്ങൾ. ഇവ കൂടാതെ 18 ഉപപുരാണങ്ങളുണ്ട്. സനൽകുമാരം, നാരസിംഹം, നാരദീയം, ശിവം, ദുർവാസസ്, കാപിലം, മാനവം, ഈശനസ്, വാരുണം, കാളികം, സാംബം, സൗരം, ആദിത്യം, മഹേശ്വരം, ദേവീ ഭാഗവതം, വാത്മീകം, വിഷ്ണുധർമ്മോത്തരം, നീലമറ പുരാണം എന്നിവയാണ് ഈ 18 ഉപപുരാണങ്ങൾ. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒന്നാണ് ഭഗവത്ഗീത. ഒരുപക്ഷെ ഇന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാമാണ്യമുള്ളതായിട്ട്, ഏറ്റവും പോപ്പുലറായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത വാസ്തവത്തിൽ ഒരു സ്വതന്ത്ര കൃതിയാണ് എന്ന് പറയാൻ സാധ്യമല്ല. കാരണം മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിന്റെ 25 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളെയാണ് ഭഗവത്ഗീത എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീത വാസ്തവത്തിൽ മഹാഭാരതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോകുന്നു. അവിടെ ഒരു സൈഡിലായിട്ട് 11 അക്ഷൗണിപ്പട കൗരവരുടെ നിൽക്കുന്നു. മറു സൈഡിൽ എതിർഭാഗത്ത് 7 അക്ഷൗണിപ്പട പാണ്ഡവരുടെ നേതൃത്വത്തിൽ നിൽക്കുന്നു. അങ്ങനെ യുദ്ധം തുടങ്ങാറായി. ആ സമയത്ത് അർജുനൻ തന്റെ തേരാളിയായ കൃഷ്ണനോട് പറഞ്ഞു, എനിക്ക് എന്റെ ശത്രുക്കളെയൊക്കെ ഒന്ന് കാണണം. മാത്രമല്ല എന്റെ സഹോദരങ്ങളും ഗുരുക്കന്മാരും പിതാക്കന്മാരും ഒക്കെയാണ് അവിടെ നിൽക്കുന്നത്. അവരെ കണ്ട് അനുഗ്രഹം വാങ്ങണം. അങ്ങനെ കൃഷ്ണൻ അവരെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അവരിൽ നിന്നെല്ലാം അനുഗ്രഹം വാങ്ങി. അതിനുശേഷം അർജുനൻ പറഞ്ഞു, എന്റെ ഈ പിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും ഒക്കെ കൊന്നിട്ട് എനിക്കൊരു രാജ്യം വേണ്ട, ഞാനിതെല്ലാം ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അർജുനൻ പോകുവാൻ തുടങ്ങി. ആ സമയത്ത് കൃഷ്ണൻ അർജുനനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നീ പോകരുത്, നീ നിന്റെ ധർമ്മം ചെയ്യുക. അവിടെ നിൽക്കുന്നത് എന്റെ സഹോദരനാണ്, പിതാവാണ്, സ്നേഹിതനാണ് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. നിന്റെ മുമ്പിൽ ഇപ്പോൾ ശത്രുക്കൾ മാത്രമേയുള്ളൂ. നിന്റെ കർമ്മം നീ ചെയ്യുക. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. പ്രതിഫലം ഇച്ഛിക്കാതെ അതിന്റെ അനന്തരഫലം എന്താകുമെന്ന് ചിന്തിക്കാതെ നീ കർമ്മം ചെയ്തുകൊള്ളുക. അതാണ് നിന്റെ ധർമ്മം എന്ന് പറയുന്നത്. നീ ക്ഷത്രിയനായിരിക്കെ ആ കർമ്മം ചെയ്യാതെ, ആ ധർമ്മം ചെയ്യാതെ പോയാൽ നിനക്ക് വീരസ്വർഗം പ്രാപിക്കുവാൻ സാധിക്കയില്ല. ഇത് കേട്ടതോടെ അർജുനന് ഭയമായി. അങ്ങനെ അർജുനൻ ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംശയം ചോദിക്കുന്നു. കൃഷ്ണൻ ആ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു. അതാണ് ഭഗവത്ഗീതയുടെ ഉള്ളടക്കം. വലിയ വിലയൊന്നും കൂടാതെ തെരുവോരങ്ങളിൽ പോലും കിട്ടുന്നതാണ് ഭഗവത്ഗീത.
ശ്ലോകത്തിന്റെ അർത്ഥം അവിടെ തന്നെ മലയാളത്തിൽ കൊടുത്തിട്ടുമുണ്ട്. എല്ലാവരും അതൊന്ന് വാങ്ങി വായിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും നാം അറിയാതെയാണല്ലോ ഹിന്ദു പുരാണങ്ങളെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും ഒക്കെ പലതും പറയുന്നത്. എന്നാൽ അറിഞ്ഞിട്ട് പറയുന്നത് ഏറെ നന്നായിരിക്കും. അതുകൊണ്ട് ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. വിശേഷിച്ചും ഭഗവത്ഗീത വായിക്കുവാൻ ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭഗവത്ഗീതയെക്കുറിച്ച് ഏറെ വിശദമായി പഠിക്കേണ്ടതുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഹിന്ദു വിശ്വാസവുമായി ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളെക്കുറിച്ചും തുടർന്നും പറയേണ്ടതുണ്ട്. എങ്കിലും ഈ ക്ലാസ് 1 മണിക്കൂറിലധികം ആയിരിക്കുന്നത് കൊണ്ട് ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രജാപതിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ചും ഹൈന്ദവരോട് സുവിശേഷം പറയുമ്പോൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും പലതും പറയുവാനുണ്ടെങ്കിലും അത് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ മാറ്റിവെക്കുകയാണ്. ഈ വചനങ്ങൾ ആ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ടവിടയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും.